നമസ്കാരം. ജേർണലിസം വലിയ രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗൗരിയെ ബോഡി ഷെയിം ചെയ്ത ജേർണലിസ്റ്റ് വീണ്ടും അയാളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് തൻ്റെ വാക്കുകളിൽ നിന്നും മാറില്ല, ഒരക്ഷരം പോലും മാറില്ല, മാപ്പ് പറയില്ല എന്നൊക്കെയാണ്. ഗൗരിയുടെ ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷവും അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. നമ്മളൊരു മാനസാന്തരപ്പെടുകയോ അല്ലെങ്കിൽ അയാൾ മാപ്പ് പറയുകയൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ അയാൾ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കയർക്കുന്ന കാഴ്ചകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും അയാൾ അതിൽ നിന്നും മാറുന്നില്ല എന്നുള്ളത് കാര്യം വ്യക്തമാവുകയാണ്. അയാൾ ഇപ്പോഴും അയാളുടെ ചിന്താഗതിയിൽ തന്നെ നിൽക്കുകയാണ്. താൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് പറയുന്നത്. ഈ ജേർണലിസം വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ആർക്ക് നേരെയും എന്തും ചോദിക്കാം, ഏത് വാർത്തയും വളച്ചൊടിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ഗൗരിയിൽ നിൽക്കുന്ന മാത്രം കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടി ഭാവന വിവാഹമോചിതയാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് എന്ന കാര്യം തിരക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി തിരക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഭാവന വിവാഹമോചിതയാകാനും പോകുന്നില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളുമില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. പക്ഷേ പലയിടത്തും ഇങ്ങനെ പ്രചരിക്കുന്നു ഭാവന വിവാഹമോചിതയാകുന്നു എന്നുള്ളത്. നമുക്കറിയാം, കന്നഡ താരമായ നവീനാണ് ഭാവനയുടെ വരൻ. ഇപ്പോൾ ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെട്ടിട്ട് വർഷങ്ങളായി. വലിയ സ്ട്രോങ് കമ്പാനിയനാണ് നവീൻ എന്ന് ഭാവന ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാറുണ്ടെങ്കിൽ പോലും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു റൂമേഴ്സ് പരക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത്. ഏതോ ചോദ്യത്തിന് ഭാവന പറഞ്ഞ് ഏതോ ഉത്തരത്തിന് വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ രീതിയിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഭാവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അത് വിവാഹബന്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് ഭാവന എന്നുള്ള രീതിയിലേക്കാണ് സംസാര വിഷയങ്ങൾ മാറുന്നത്. എന്തായാലും ഭാവന പറഞ്ഞ വാക്കുകൾ എന്താണ് എന്നുള്ളത് ഞാൻ ആവർത്തിക്കാം. അതായത് ഭാവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകമാണ്, അതിനെയാണ് ഈ പിടിച്ച് വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നുള്ള വാർത്തയിലേക്ക് മാറ്റിയത്. കാര്യം ഇതാണ്: എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ശില്പ, സയനോര, രമ്യ, മഞ്ജു ചേച്ചി, സംയുക്ത ചേച്ചി, മൃദുല, ഗീതു ചേച്ചി എന്നിവരെല്ലാം നല്ല ഫ്രണ്ട്സാണ്. ഇടയ്ക്കിടെ സംസാരിച്ചെങ്കിലും എനിക്ക് വേണ്ടി അവരുണ്ടാകുമെന്ന് അറിയാം, അവർക്കും അറിയാം. പക്ഷേ എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആരെയും വിളിക്കില്ല. പ്രശ്നം വന്നാൽ ഞാൻ ആരോടും ഒന്നും പറയാതെ ഒതുങ്ങിക്കൂടും. ഫ്രണ്ട്സ് ചോദിക്കും ആർ യു ഓക്കെ എന്നൊക്കെ. ഇപ്പോൾ അവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആയതാണോ മുമ്പും ഇങ്ങനെ ആയിരുന്നോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ വാട്സാപ്പ് ഉണ്ടാകാറില്ല, റീച്ചബിൾ ആയിരിക്കില്ല. പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ പറയും. സോഷ്യൽ മീഡിയയിൽ ആദ്യം എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു ഉള്ളത്. കുറേ ഫേക്ക് ന്യൂസുകൾ വരും, ഡിവോഴ്സായി എന്നെല്ലാം. ഇതിലെല്ലാം വ്യക്തത വരുത്താനാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് തുടങ്ങിയത്. ചില സമയത്ത് ഭയങ്കര ആക്റ്റീവായിരിക്കും, ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല. കമൻറ്റുകൾ ഇടയ്ക്ക് നോക്കാറുണ്ടെന്ന് ഭാവന പറയുന്നുണ്ട്. ഈ വാക്കുകളെയാണ് തലക്കെട്ടിൽ വിവാഹമോചന വാർത്തയെക്കുറിച്ച് ഭാവന എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതായത് ഭാവനയ്ക്കെതിരെ വലിയ രീതിയിൽ ഇതുപോലുള്ള സൈബർ അറ്റാക്കിംഗ് ഒക്കെ നടക്കുന്നൊരു കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ഭാവനയുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക, വിവാഹ ജീവിതം അവസാനിപ്പിച്ചു ഭാവന എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഒരു യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാവന കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്യുന്നത്. സുഹൃത്തുക്കൾ ഉൾപ്പെടെ തന്നോടൊരു കാര്യമെന്ന് പറയുകയും ചെയ്തു. ഇത് വളച്ചൊടിച്ചുകൊണ്ടാണ് വിവാഹമോചനത്തിൽ ഭാവനയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം വന്നിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ ജേർണലിസത്തിനെ അല്ലെങ്കിൽ വലിച്ചു കീറുന്ന, അല്ലെങ്കിൽ ഇതുപോലുള്ള എത്രയോ പശ്ചാത്തലങ്ങൾ ഉണ്ടായപ്പോലും മാറില്ല, ഞങ്ങളൊക്കെ എന്ത് ചെയ്താലും മാറില്ല എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിൻ്റെ വ്യക്തമായ കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. അതായത് ആർക്ക് നേരെയും എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്നൊരു മാധ്യമമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാറുന്നു. അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എങ്ങനെയാണ്? ചുമ്മാ പറയുക മാത്രമല്ല, ആ നായികയോ അല്ലെങ്കിൽ നായകനെയോ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ മുന്നിൽ കിട്ടുമ്പോൾ അവരോട് എന്തും ചോദിക്കുകയും ചെയ്യാമെന്നുള്ളൊരു വൃത്തികെട്ട ജേർണലിസത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സംസാരിക്കാറുള്ള കാര്യമാണ്. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആർക്കും ജേർണലിസ്റ്റ് ആകാം എന്നുള്ള രീതിയിലേക്ക്. അത് ജേർണലിസം എന്ന കരിയറിനെ പോലും തന്നെ ഒരുപാട് രീതിയിൽ തളർത്തുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. എന്തായാലും ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വരേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇതിങ്ങനെ ആർക്കും എന്തും എഴുതി വിടാം, ആർക്കും എന്തും പറയാം എന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായൊരു ക്ലോഷർ, അത് എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള രീതിയെ പറ്റി ഒരു ധാരണയുമില്ലാതെ എന്തൊക്കെയോ പറയുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നു ജേർണലിസം എന്നുള്ള അധപതനത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിൾ, ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ കൂടിയാണ് ഭാവന വിവാഹമോചിതയാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വാർത്തകളും.